നമസ്കാരം. ബിഗ് ബോസ് ഒരു ഈ സീസണിലാണോന്നറിയില്ല, ഏത് സീസൺ എടുത്താലും ഇങ്ങനത്തെ ഒരു ദിവസം ഉണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ സംശയം തോന്നും. എന്തായാലും കൊള്ളാം, ഇത് ഒരു വീഡിയോ ആയിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ റിയാസ് വന്ന ഒരു സീനുണ്ട്. അതിനകത്ത് ലക്ഷ്മിയുടെ വോട്ട്സ് വളരെയധികം കൂടിയതായിട്ടാണ് കാണാൻ പോകുന്നത്. അതായത് നമുക്ക് ലൈവിനടിയിൽ വരുന്ന കമൻസ് തന്നെ വായിച്ചാൽ നമുക്ക് ലക്ഷ്മിക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം ഞാനത് നമ്മൾ കമൻസ് വായിക്കുമ്പം എല്ലാവരും ലക്ഷ്മിക്കാണ് സപ്പോർട്ട് ചെയ്തത്. കാരണം റിയാസിന് കുറേ ഹേറ്റേഴ്സ്, നല്ല പോലെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ പുറത്തുണ്ട്. അതേപോലെ തന്നെ ലക്ഷ്മിയുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഒരു 10-15 മിനിറ്റോളം റിയാസും ഈ പറഞ്ഞ ലക്ഷ്മിയായിട്ട് വല്ലാതെ ഒരു ഹീറ്റിംഗ് കോൺവെർസേഷൻ അവിടെ നടന്നിരുന്നു. അതിനകത്തൊരു ചെറിയ ഭാഗം മാത്രമേ ഇന്നലെ എപ്പിസോഡിനകത്ത് കാണിച്ചുള്ളൂ. വളരെ നേരത്തെ ഒരു ഇതായിരുന്നു. അതിനകത്ത് ആദിലയും ഇടപെടുന്നുണ്ടായിരുന്നു. ആദിലയും അതിനകത്ത് ലക്ഷ്മിയോട് വല്ലാതെ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നൂറ മാത്രമേ ഉള്ളായിരുന്നു അവിടെ മിണ്ടാതിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഒരു 10 മിനിറ്റിൽ കൂടുതലുണ്ടായിരുന്നു ആ കോൺവെർസേഷൻ അവർ തമ്മിൽ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിക്ക് കൂടുതൽ നല്ലതായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഈ റിയാസിൻ്റെ ഹേറ്റേഴ്സും ലക്ഷ്മിയുടെ സപ്പോർട്ടേഴ്സും കൂടെ ലക്ഷ്മിക്ക് വോട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സ്റ്റാർസ് കൊടുത്തതൊക്കെ ഇന്ന് ഷാനവാസിൻ്റെ സത്യം പറഞ്ഞാൽ നന്നായിട്ടൊരു ഇടിവ് സംഭവിക്കാനുള്ള സകല ചാൻസുമുണ്ട്. കാരണം അതുപോലത്തെ മോശം പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത്. റിയാസ് തൊട്ടിത്തരം തന്നെയാണ് കാണിച്ചത്, സമ്മതിച്ചിരിക്കുന്നു. പക്ഷേങ്കിൽ ഷാനവാസ് ആ റോള് നന്നായിട്ട് ചെയ്യണമായിരുന്നു. അവരൊരു നല്ല ഒരു ക്യാരക്ടറായിട്ട് അത് തന്നെ ചെയ്യണമായിരുന്നു. അവർ ചെയ്യേണ്ട ജോലി ചെയ്യണമായിരുന്നു. അതേപോലെ തന്നെ അനീഷിൻ്റെ കാര്യം പറയാൻ പറ്റില്ല. അനീഷിനെ ഇഷ്ടമുള്ളവർ പോലും വെറുക്കുന്ന രീതിയിലുള്ളൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. കാരണം നമുക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ അവരോട് ഇടപെടേണ്ട രീതിയിൽ അവരോട് ക്ഷയിക്കാണ്ട് വേണമെന്ന് പറഞ്ഞ് കുറേ നേരം സമയം നിൽക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ ചിലപ്പോൾ എപ്പിസോഡ് വരുമ്പോൾ അതൊക്കെ കുറച്ച് നന്നായിട്ട് കാണിച്ചെന്നിരിക്കും. പക്ഷേ ലൈവ് കാണുന്നവർക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു അനീഷിൻ്റെ പ്രകടനം. അതേപോലെ തന്നെ ഇന്നലെ എപ്പിസോഡിൽ കാണിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ റന ഫാത്തിമ ഒരു ദിവ്യഗർഭവും കൊണ്ട് നടക്കുന്ന ഒരു സംഭവമുണ്ട്. പെട്ടെന്നൊരു ഗർഭിണിയാണ് എനിക്ക് അതാന്ന് പറഞ്ഞ് ജോലി ചെയ്യാതിരിക്കാനുള്ള ചില താഴെ തളർന്നു വീഴുന്നു. അവർ പോയി ഇത് എടുക്കുന്നു. അപ്പം ഡോക്ടർ നിവിൻ ഗർഭമില്ല, ഇത് ഗ്യാസ് ആണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് എഴുതി കൊടുക്കുന്നു. അങ്ങനെയുള്ള കുറേ രസകരമായ സംഭവങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു. അതേപോലെ തന്നെ അനീഷ് ബിന്നിയെ പ്രപ്പോസ് ചെയ്യുന്ന സീനൊക്കെ റിയാസിനെ അഭിനയിച്ച് കാണിക്കുന്ന കുറേ സീൻസ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നടന്നിരുന്നു. അതേപോലെ റിയാസിന് ഒരു 3 ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ചെയ്യേണ്ട കാര്യം. ഇതൊക്കെ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.